Hi everyone. Hope you are preparing for your set exam. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സെറ്റിൻ്റെ ഇംഗ്ലീഷിൻ്റെ സിലബസിൽ വരുന്ന സെക്കൻഡ് യൂണിറ്റിൽ മൊഡ്യൂൾ 2 ആണ്. സോ നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് റൊമാൻറ്റിക് ഏജും വിക്ടോറിയൻ ഏജും പിന്നെ ഒരു ഏർലി മോഡേൺ ഏജ് അല്ലെങ്കിൽ വാട്ട് വി കോൾ ആസ് ദിസ് ഫാദേഴ്സ് യാക്കിൾ ദ എൻഡ് ഓഫ് ദി സെഞ്ചുറി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. സോ അപ്പോൾ അതിൽ സെക്കൻഡ് മൊഡ്യൂളിലാണ് നമ്മൾ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ്. ആക്ച്വലി ആ ഒരു മൊഡ്യൂളിൽ ആ ഒരു ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. കാരണം പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ഈസ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ടു റൊമാൻറ്റിക് ഏജ് ഓർ എൻറ്റയർ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കാരണം ഈ ലിറിക്കൽ ബാലഡ്സിൻ്റെ ഒരു പ്രിഫേസ് അതാണ് നമ്മൾ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് എന്താണ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ എന്നൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് വായിച്ചാൽ മതി എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. സോ റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു മാനിഫെസ്റ്റോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ആണ്. അതുപോലെ തന്നെ റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔദ്യോഗിക തുടക്കമായിട്ട് നമ്മൾ കാണുന്നത് ലിറിക്കൽ ബാലഡ്സിൻ്റെ പബ്ലിക്കേഷനുമാണ്. സോ അത്രയും ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ലിറിക്കൽ ബാലഡ്സിലും അതുപോലെ തന്നെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിനും കാണാനായിട്ട് പറ്റും. നമ്മുടെ സെറ്റിൻ്റെ പ്രീവിയസ് എക്സാംസിലൊക്കെ ഈ പറഞ്ഞ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ അപ്പോൾ ഇനി ലിറിക്കൽ ബാലഡ്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ലിറിക്കൽ ബാലഡ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്തും കോളറിഡ്ജും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് വോളിയം പബ്ലിഷ് ചെയ്യുന്നത് 1798 അതിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ സെൻസിൽ ദ ബിഗിനിങ് ഓഫ് റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ ഒരു വർക്ക് വരുന്നൊരു ടൈമിൽ അതിന് പ്രിഫേസ് ഉണ്ടായിരുന്നില്ല. കോളറിഡ്ജിന്റെ 4 പോയംസും ബാക്കി വേർഡ്സ്വർത്തിന്റെ പോയംസ് ആയിട്ടാണ് ലിറിക്കൽ ബാലഡ്സ് 1798 പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ തമ്മിൽ ഒരു എന്താണ് റൊമാൻറ്റിക് ഏജ് അല്ലെങ്കിൽ എന്താണ് പോയട്രി എന്നുള്ളതിൽ രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവരുടെ ആ ഒരു ഐഡിയോളജിക്കൽ ഡിവോഴ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ഭാഗമായിട്ട് 1800 ലിറിക്കൽ ബാലഡ്സ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ പ്രിഫേസ് വേർഡ്സ്വർത്ത് തന്നെയായിരുന്നു എഴുതുന്നത്. അപ്പം 1800 എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലിറിക്കൽ ബാലഡ്സിലെ ഓരോ പോയിട്രിയും കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളൊരു കാര്യം സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർഡ്സ്വർത്ത് 1800 സെക്കൻഡ് വോളിയത്തിൽ പ്രിഫേസ് ആഡ് ചെയ്യുന്നത്. പിന്നെ ലിറിക്കൽ ബാലഡ്സിന്റെ ഒരു തേർഡ് എഡിഷൻ നമുക്ക് 1802 കാണാനായിട്ട് പറ്റും. സോ അപ്പം റൊമാൻറ്റിക് പോയട്രിയുടെയും റൊമാൻറ്റിക് ലിറ്റററി തോട്ടിൻ്റെയും ഒരു മാനിഫെസ്റ്റോ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സും അതുപോലെ തന്നെ ലിറിക്കൽ ബാലഡ്സും ആണ്. സോ അപ്പോൾ ഇവിടെ വേർഡ്സ്വർത്ത് നമുക്കറിയാം അദ്ദേഹം റൊമാൻറ്റിക് ഏജിൻ്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്. സോ ഹി അഡ്മയേഴ്സ് നേച്ചർ, കൺട്രി സൈഡ്, അതിൻ്റെ സിംപ്ലിസിറ്റി, അതിൻ്റെ ബ്യൂട്ടി, അതുപോലെ തന്നെ ഹൗ ഇറ്റ് കൺസോൾസ് എ ഹ്യൂമൻ ബീങ്, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ആൻഡ് എ ഹ്യൂമൻ സോൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെയായിരുന്നു കൂടുതലായിട്ടും വേർഡ്സ്വർത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് വേർഡ്സ്വർത്തും കോളറിഡ്ജും തമ്മിൽ ഈ പറയുന്ന ഒരു ഐഡിയോളജിക്കലി ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് കോളറിഡ്ജിന്റെ കൂടുതൽ ഐഡിയാസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് 1817 പബ്ലിഷ് ചെയ്തിട്ടുള്ള ബയോഗ്രഫിയ ലിറ്റററിയിലാണ്. സോ അപ്പോൾ ഇവിടെ നമ്മൾ പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യം പോയട്രിയുടെ ഡെഫിനിഷൻ ആണ്. നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുന്ന എല്ലാവർക്കും നമ്മൾ എന്താണ് പോയട്രി എന്ന് ചോദിക്കുമ്പം പറയുന്നത് വേർഡ്സ്വർത്തിന്റെ ഈ ഒരു ഡെഫിനിഷനാണ്. പോയട്രി ഈസ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്സ് റീകളക്റ്റഡ് ഇൻ ട്രാൻക്വിലിറ്റി. പക്ഷെ അത് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ പോരാ, അതിന്റെ ഓരോ വേർഡും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് വേർഡ്സ്വർത്ത് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സിൽ. അദ്ദേഹം പറയുന്നത് പോയട്രി എന്ന് പറയുന്നത് ഇമാജിനേഷന്റെയും മോട്ടിവേഷന്റെയും കൂടി ഒരു മിക്സിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ അതിൻ്റെ പിറകിൽ ഒരു മോട്ടിവേഷൻ വിച്ച് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് ഇൻ പോയട്രി. സോ അപ്പം പോയട്രി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു പോയറ്റിന് ഫീൽ ചെയ്യുന്ന ആ ഒരു പാഷനിൽ നിന്നും അദ്ദേഹത്തിന് ആ പാഷൻ കാരണം ഉണ്ടാകുന്ന ഇമോഷനിൽ നിന്നുമാണെന്നാണ് പറയുന്നത്. സോ ദ ഇൻസിസ്റ്റൻസ് ഓൺ ഇമാജിനേഷൻ, ഫീലിംഗ്, പാഷൻ ആൻഡ് ഇമോഷൻ ഈസ് ആൻ എക്സ്പ്ലിസിറ്റ് വിഡ്രോയൽ ഫ്രം ദ നിയോ ക്ലാസിക്കൽ എംഫസിസ് ഓൺ റീസൺ ആൻഡ് ഒബ്ജക്ടിവിറ്റി. നമുക്കറിയാം റൊമാൻറ്റിക് ഏജിന് മുൻപുള്ള ഒരു ഏജ് എന്ന് പറയുന്നത് എന്താണ്? നിയോ ക്ലാസിക്കൽ ഏജ് ആണ്. സോ നിയോ ക്ലാസിക്കൽ ഏജിൽ ഫോക്കസ് കൊടുക്കുന്ന എവിടെയാണ്? റൂൾസ് ആൻഡ്
ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ റാഷണാലിറ്റി, ഒബ്ജക്ടിവിറ്റി അതിനാണ്. പക്ഷെ ഇവിടെ നേരെ ആ ഒരു ഷിഫ്റ്റ് മാറ്റിയിട്ട് സബ്ജക്ടിവിറ്റിക്കും ഇമോഷൻസിനും ഇമാജിനേഷനുമാണ് റൊമാൻറ്റിക് ഏജിൽ നമുക്കൊരു ഇമ്പോർട്ടൻസ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി അദ്ദേഹം വേർഡ്സ്വർത്ത് പറയുന്നത് നമ്മൾ ഓൺ ദ സ്പോട്ട് ഇരുന്ന് എഴുതുന്ന ഒരു കാര്യമല്ല പോയട്രി. ഒരു പോയട്രി അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് വരണമെങ്കിൽ ഈ പോയറ്റിന്റെ മനസ്സിലൂടെ ഒരുപാട് സ്റ്റേജസ് കടന്നു പോകണം. ആ സ്റ്റേജസ് ആണ് ഒബ്സർവേഷൻ, റീകളക്ഷൻ, കണ്ടംപ്ലേഷൻ ആൻഡ് കോമ്പോസിഷൻ. നമുക്ക് ഈ സ്റ്റേജസിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് വേർഡ്സ്വർത്തിന്റെ തന്നെ ലൈൻസിലൂടെ നോക്കാം. ഇത് വേർഡ്സ്വർത്തിന്റെ തന്നെ ഒരു ലൈനാണ്. At the outset, the poet observes certain things. അതായത് ഒരു പോയറ്റ് ഇങ്ങനെ ചുമ്മാ നടക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നു. അത് കാര്യങ്ങളാകാം, ക്യാരക്ടേഴ്സ് ആയിരിക്കാം, ഇവന്റ്സ് ആയിരിക്കാം, സർക്കംസ്റ്റാൻസസ് ആയിരിക്കാം. അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങൾ ഇവിടെ ഒബ്സർവ് ചെയ്യുന്നു. ആ ഒബ്സർവേഷനിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലോട്ട് പല ഫീലിങ്സ്, ഇമോഷൻസ് എല്ലാം വരുന്നു. ആൻഡ് ഈ ഇമോഷൻസിനെ എല്ലാം അദ്ദേഹം എന്താണ്, ഹീസ് ബോഗിങ് ദം ഡൗൺ ടുഗെദർ വിത്ത് സെൻസേഷൻ വിച്ച് ഇറ്റ് ഹാസ് സ്റ്റേർഡ്. അതായത് ഈ ഇമോഷൻസ് കൊണ്ടുവരുന്ന ഒരു സെൻസേഷന്റെ കൂടെ അദ്ദേഹം ഈ ഇമോഷൻസിനെ ഒന്നിപ്പിക്കുവാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ പോയട്രി റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് എന്തായിരുന്നു, ഒബ്സർവേഷൻ ആണ്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്താണ്, റീകളക്ഷൻ. അതായത് സെക്കൻഡ് സ്റ്റേജിൽ നമ്മളിവിടെ റീകളക്ട് ചെയ്യുവാണ്. അല്ലെങ്കിൽ ഈ ഇമോഷൻസും സെൻസേഷനും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി, നമുക്ക് ഭയങ്കര വിഷമമുണ്ടാക്കി. സോ നമ്മളൊരു ട്രാൻക്വിലിറ്റിയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഇതിനെ നമ്മൾ റീകളക്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ കണ്ടംപ്ലേറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ അപ്പം വീണ്ടും ഓർക്കാൻ പാകത്തിനുള്ളൊരു കാര്യമാണെങ്കിൽ അതിവിടെ സസ്റ്റെയിൻ ചെയ്യും, ഇല്ലെങ്കിൽ അതൊരു പോയട്രി ആകുന്നതിന് മുൻപ് തന്നെ അവിടെ പോകുവാണ് ചെയ്യുന്നത്. സോ അപ്പം നമുക്ക് ആ ഒരു കാര്യം ഒബ്സർവ് ചെയ്യുന്നതും അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് അതായത് റീകളക്ഷനും തമ്മിൽ ചിലപ്പോൾ വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായേക്കാം. ഓക്കെ, നമ്മൾ ചിലപ്പോൾ കൊച്ചിലത്തെ ഒരു കാര്യം അന്നേരം അല്ല നമ്മൾ പോയട്രി എഴുതുന്നത്, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. കാരണം ഈ റീകളക്ഷനും ഈ പറയുന്നത് ഒബ്സർവേഷനും റീകളക്ഷനും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് അവിടെ പറയുന്നത്. സോ ദ ഇമോഷൻസ് ഓഫ് ദി ഫസ്റ്റ് ഫേസ് ഹാങ് ഇൻ ദ മൈൻഡ് ഓഫ് ദി പോയറ്റ് until the unwanted emotions which were random and secondary precipitated. അതായത് ഇവിടെ കുറെ എണ്ണം എന്താണ്, കുറെ ഇമോഷൻസ്, കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഇവിടെ ഈ ഒരു സ്റ്റേജിൽ പോകുവാണ് ചെയ്യുന്നത്. സോ ഇനി കണ്ടംപ്ലേഷൻ കഴിഞ്ഞിട്ട് എന്താണ്, കോമ്പോസിഷൻ. അതായത് ആഫ്റ്റർ കണ്ടംപ്ലേഷൻ the initial or primary emotions and sensations it get purified and filtered, and what is left is considered as universal or an all important truth. So നാലാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ആ ഒരു പേഴ്സണൽ ഫീലിങ്സിൽ നിന്ന് ആ ഒരു ട്രൂത്തിലോട്ട്, യൂണിവേഴ്സൽ ട്രൂത്തിലോട്ട് നമ്മൾ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഒബ്സർവേഷനിൽ നമുക്ക് വേണ്ട അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനീഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇവിടെ കളഞ്ഞു. സോ ഈ സ്റ്റേജിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള് മെമ്മറിക്കാണ്. ഓക്കെ, സോ ദിസ് ആക്ച്വലി വർക്ക്സ് വെരി സ്ലോലി. പക്ഷേ എന്താണ്, ഇവിടെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുവാണ്. സോ അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫീലിങ്സ് അവിടെ ഒരു യൂണിവേഴ്സൽ ട്രൂത്തിലോട്ട് പ്യൂരിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു പോയറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു പോയട്രി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇവിടെ അദ്ദേഹം തന്നെ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. The emotions that are left after contemplation are different from the emotions that a poet received in the first stage. So അപ്പോൾ അവിടെ വേർഡ്സ്വർത്ത് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കിൻഡ്രെഡ്. അതായത് ഈ ഇമോഷൻസ് നമുക്ക്, അതായത് ഒബ്സർവേഷനിൽ നമുക്ക് തോന്നുന്ന ആ ഒരു ഇമോഷൻസ് അതുപോലെ തന്നെ കണ്ടംപ്ലേഷന് ശേഷം നമുക്ക് വരുന്ന ഇമോഷൻസും രണ്ടും റിലേറ്റഡ് ആണെങ്കിലും ഐഡന്റിറ്റിക്കൽ അല്ല. നമുക്കൊരു കാര്യം ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷനും പിന്നെ അതിനെ നമ്മൾ റീകളക്ട് ചെയ്ത് ട്രാൻക്വിലിറ്റിയിൽ ഇരുന്ന് ആലോചിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്ത് ബാക്കി ഇമോഷൻസിനെ എല്ലാം കളയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഇമോഷനും ഇത് രണ്ടും റിലേറ്റഡ് ആണെങ്കിലും ഐഡന്റിറ്റിക്കൽ അല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു ഫിൽട്രേഷൻ നടക്കുവാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുവാണ്. സോ അറ്റ് ദിസ് മൊമെന്റ് ഓഫ് ക്രിയേഷൻ ട്രാൻക്വിലിറ്റി ഈസ് നോ മോർ ഹിയർ. ട്രാൻക്വിലിറ്റിയിൽ നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്ത് കളഞ്ഞു, ഇനി ഇവിടെ ഒരു ട്രാൻക്വിലിറ്റി ഇല്ല. ആ ട്രാൻക്വിലിറ്റിക്ക് പകരം ഇവിടെ എന്താണുള്ളത്, ഒരു ഇമോഷണൽ എക്സൈറ്റ്മെന്റ് ആണ്. സോ ട്രാൻക്വിലിറ്റി ഈസ് റീപ്ലേസ്ഡ് ബൈ ഇമോഷണൽ എക്സൈറ്റ്മെന്റ്. സോ ഈ ഒരു സ്റ്റേജിലാണ് ക്രിയേറ്റീവ് പ്രോസസ്സ് നമ്മൾ പ്ലഷർ കൊണ്ട് ചെയ്യുന്നത്, ഓർ വാട്ട് വി കോൾ ആസ് ആൻ ഓവർ ബാലൻസ് ഓഫ് പ്ലഷർ. അപ്പോൾ ഈ വേർഡ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന്
ഓർത്തിരിക്കുക. So in this process of creativity, the mind is altogether in a state of pleasure and delight. The job of the poet is to share this pleasure and delight with his readers, to communicate at an elevated level than other men. അപ്പോൾ ഇതാണ് ഒരു പോയറ്റിന്റെ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഒരു പോയറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് ഒരു പോയട്രിയുടെ എയിമും ഫംഗ്ഷനും.
സോ അദ്ദേഹം പറയുന്നത് ഒരു പോയട്രിയുടെ പർപ്പസ് എന്ന് പറയുന്നത് പ്ലഷർ കൺവേ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ പ്ലഷർ എന്ന് പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ പ്ലഷർ അല്ല. ഓക്കെ, അത് എന്താണ്? ഇറ്റ് വുഡ് ബി ഏബിൾ ടു കൺസോൾ ദി അഫ്ലിക്റ്റഡ്. ഞാൻ വിഷമിച്ചിരിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എനിക്കൊരു ആശ്വാസം വേണമെങ്കിൽ എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലഷർ ആയിരിക്കണം ഒരു പോയട്രി കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. സോ ദ പ്ലഷർ ഓഫ് പോയട്രി എലിവേറ്റ്സ് ആൻഡ് എഡിഫൈസ് ദി റീഡേഴ്സ്. ഇനി ഒരു പോയട്രിയുടെ സബ്ജക്ട് മാറ്റർ എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. സോ അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെയിലി ലൈഫ് ആയിരിക്കണം ഒരു പോയട്രിയുടെ സബ്ജക്ട് മാറ്റർ. ഡെയിലി ലൈഫിലുള്ള ഇവന്റ്, സർക്കംസ്റ്റാൻസസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വേർഡ്സ്വർത്തിന്റെ സോളിറ്ററി റീപ്പറിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു മലമ്പ്രദേശത്തൂടെ നടന്നു പോകുന്ന ഒരു സമയത്ത് അദ്ദേഹം ഒരു പെൺകുട്ടിയുടെ പാട്ട് കേൾക്കുന്നു. അത്രേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പോൾ നമ്മളും എന്താണ് യൂസ് ടു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ഡെയിലി ലൈഫിലുള്ള ഇവന്റ്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ആയിരിക്കണം ഒരു പോയട്രിയുടെ കണ്ടന്റ് എന്നാണ് ആര് പറയുന്നത്? വേർഡ്സ്വർത്ത് പറയുന്നത്. സോ അതും ഇത് പറയുന്നത് ഏത് ലാംഗ്വേജിലും ആയിരിക്കണം? ഒരു സാധാരണക്കാരന്റെ ഭാഷയിലും ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇമാജിനേഷനിൽ ഒരു ക്രിറ്റിസിസം വരുന്നുണ്ട്. ഈ ഒരു പോയിന്റിലാണ് ശരിക്കും കോളറിഡ്ജും വേർഡ്സ്വർത്തും തമ്മിൽ ഒരു ക്ലാഷ് വരുന്നത്. കാരണം വേർഡ്സ്വർത്തിന്റെ ലാംഗ്വേജ് കുറച്ചും കൂടി നല്ലതാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എലിവേറ്റഡ് ലാംഗ്വേജ് ആണ് കോളറിഡ്ജ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേർഡ്സ്വർത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എലിവേറ്റഡ് ആണെങ്കിലും അദ്ദേഹം പറയുന്നത് അത് കോമൺ മാന്റെ ലാംഗ്വേജ് ആണ് എന്നുള്ളതാണ്. And he provides certain objectives for his choice of subject matter from common and rural life, like human emotions and passions mature well in rustic and rural life. അവിടെ വെച്ചാണ്, അതായത് ഒരു റസ്റ്റിക് ആൻഡ് റൂറൽ ലൈഫിലാണ് ഹ്യൂമൻ ഇമോഷൻസും പാഷൻസും മച്ചുവർ ചെയ്യുന്നത്. അതൊരു മേജർ റീസൺ ആണ്. The elementary emotions and feelings of the human heart correspond in a state of significant simplicity in the rustic and common situations of life. അതൊരു റീസൺ ആണ്. പിന്നെ അതുപോലെ തന്നെ കോമൺ ആൻഡ് റൂറൽ കണ്ടീഷൻസ് ഓഫ് ലൈഫ്, ഹ്യൂമൻ ഇമോഷൻസ്, ഇറ്റ് ഓൾ ആർ കണ്ടെയ്ൻഡ് വിത്ത് ദി പ്ലീസിങ് ആൻഡ് ലാസ്റ്റിംഗ് ഷേപ്പ് ഓഫ് നേച്ചർ. അതുകൊണ്ട് തന്നെ ഒരു പോളിഷ്ഡ് അരിസ്റ്റോക്രാറ്റിക് സിറ്റി ലൈഫിനേക്കാൾ കൂടുതൽ ഇതായിരിക്കും കുറച്ചും കൂടി നേച്ചറിനെയൊക്കെ ഷേപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പാഷനും കാര്യങ്ങളും എല്ലാം എലിമെന്ററി പാഷൻസ് ആൻഡ് ഫീലിങ്സിൽ നിന്നാണ്. അത് കുറച്ചും കൂടി കോംപ്രിഹെൻസിബിൾ ആണ്, അത് കുറച്ചും കൂടി പെർമനന്റ് ആണ്. അതായത് ഈ പറയുന്ന സിറ്റി ലൈഫ് എല്ലാം മാറിപ്പോയാലും നേച്ചർ അവിടെ തന്നെ നിൽക്കും, റസ്റ്റിക് ലൈഫ് അവിടെ തന്നെ നിൽക്കും, അവരുടെ ഫീലിങ്സും അവിടെ തന്നെ നിൽക്കും. സോ അത് കുറച്ചും കൂടി പെർമനന്റ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആണെന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. സോ അപ്പൊ ഇതാണ് സബ്ജക്ട് മാറ്റർ ഇവരെ കുറിച്ച് എടുക്കുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം അദ്ദേഹം പറയുന്നത്. ഇനി ലാംഗ്വേജ് എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോമൺ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുമ്പം സാധാരണക്കാരന്റെ ലാംഗ്വേജ് തന്നെ എടുക്കണം എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അതായത് ഒരു പോയറ്റിക് ഡിക്ഷനും കൊണ്ട് ആ ലാംഗ്വേജ് എലിവേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് പ്രോസും പോയട്രിയും തമ്മിലുള്ള ഒരു ലാംഗ്വേജിൽ ഒരു ഡിഫറൻസും ഇല്ല എക്സെപ്റ്റ് ഫോർ ദ യൂസ് ഓഫ് മീറ്റർ. അപ്പം ആ മീറ്ററിനും വലിയ പർപ്പസ് ഒന്നുമില്ല, പ്ലഷർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് വേർഡ്സ്വർത്ത് പറയുന്നത് ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ പ്രോസ് ആൻഡ് പോയട്രി ഈസ് ഓൾമോസ്റ്റ് സെയിം എക്സെപ്റ്റ് ഫോർ മീറ്റർ ആൻഡ് ദ പർപ്പസ് ഓഫ് ദിസ് മീറ്റർ ഈസ് ടു ആഡ് പ്ലഷർ. അതല്ലാതെ മീറ്റർ അല്ലാതെ ഒരു ഡിഫറൻസ് പോയട്രിയിലും പ്രോസിലും വരേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വേർഡ്സ്വർത്ത് എന്താണ് സബ്ജക്ട് പോയട്രി എന്ന് പറഞ്ഞു, എന്താണ് സബ്ജക്ട് മാറ്റർ, ഏതാണ് ലാംഗ്വേജ്. ഇനി അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് എന്താണ് ഒരു പോയറ്റ്? അപ്പം വേർഡ്സ്വർത്ത് പറയുന്നത് പോയറ്റ് ഷുഡ് ബി എ മാൻ സ്പീക്കിംഗ് ടു മെൻ. ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനോട്, ഒരു മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കണം ഒരു പോയറ്റ് സംസാരിക്കേണ്ടതെന്നാണ് പറയുന്നത്. ശരിക്കും ഒരു പോയറ്റ് എന്ന് പറയുന്ന വ്യക്തി കോമൺ മനുഷ്യനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അയാൾക്കൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ആ വ്യത്യാസം എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോയറ്റിന് സാധാരണക്കാരെക്കാൾ കൂടുതൽ ഹൈ സെൻസിബിലിറ്റി വേണം. അതായത് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ എല്ലാവരും ഒബ്സർവ് ചെയ്യും, പക്ഷെ ഈ പറയുന്ന ഒബ്സർവേഷൻ റീകളക്ഷനിലും കണ്ടംപ്ലേഷനിലും കോമ്പോസിഷനിലും എത്തിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുമോ? ഇല്ല. അല്ലെങ്കിൽ ഈ ഒബ്സർവ് ചെയ്യുന്ന കാര്യം ഇത്രയും ഇമോഷൻസിൽ ഫീൽ ചെയ്യാനായിട്ട് എല്ലാവർക്കും പറ്റില്ല. സോ ഒരു സാധാരണക്കാരൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സെൻസിബിലിറ്റി ആയിരിക്കരുത് ഒരു പോയറ്റിന് ഉണ്ടായിരിക്കേണ്ടത്. ഹി ഷുഡ് ഹാവ് എ മോർ ആക്റ്റീവ് സെൻസിബിലിറ്റി which assists him to respond more firmly to outer impressions. So accordingly his emotions and feelings are more passionate. ഇനി ഒരു പോയറ്റിന്റെ ഇമാജിനേറ്റീവ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡിനറി ഹ്യൂമൻ ബീങ്ങിനേക്കാളും
വലുതായിരിക്കും. ഇറ്റ് അലൗസ് ഹിം ടു എക്സ്പാൻഡ് ഹിസ് റേഞ്ച് ഓഫ് ഇമോഷൻസ്. ഹി ക്യാൻ എക്സ്പീരിയൻസ് ആൻഡ് റിയാക്ട് ടു ദോസ് ഫീലിംഗ്സ് ദാറ്റ് ഹി ഹാസ് നോട്ട് പേഴ്സണലി കോൺഫ്രണ്ടഡ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇമാജിനേറ്റീവ് പവർ കൂടുതലായിരിക്കണം. അദ്ദേഹത്തിന് കുറച്ചും കൂടി ഒരു കോംപ്രിഹെൻസീവ് സോൾ വേണം എന്നാണ് പറയുന്നത്. കമ്പയർഡ് ടു അതർ കോമൺ ലിവിംഗ് പേഴ്സൺസ്, ഹി പോർട്രേസ് ദി പാഷൻസ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് അതർ ഹ്യൂമൻ ബീങ്സ് ഷാർപ്ലി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും ക്വാളിറ്റീസ് ആണ് ഒരു പോയറ്റിന് വേണ്ടത്. പോയറ്റിന് ബാക്കിയുള്ളവരെക്കാൾ ഹൈ സെൻസിബിലിറ്റി ഉണ്ടായിരിക്കണം, ഹൈ ഇമാജിനേറ്റീവ് പവർ ഉണ്ടായിരിക്കണം, കുറച്ചുകൂടി ഒരു കോംപ്രിഹെൻസീവ് സോള് ഒരു പോയറ്റിന് ഉണ്ടായിരിക്കണം. So William Wordsworth, he included that a poet should also acquire sincerity as well. By sincerity, he intended that the poet should labor hard to revise his poem so as to obtain artistic simplicity and coherence. ഒരു ഹാർഡ് വർക്കർ ആയിരിക്കണം, ചുമ്മാ റാൻഡം ആയിട്ട് എഴുതി പോകുന്ന ഒരു വ്യക്തി ആയിരിക്കരുത്. ആ ഒരു സിംപ്ലിസിറ്റിയും കോഹറൻസും അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് ഹാർഡ് വർക്കിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. സോ ആ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള പെയിൻ എടുക്കാൻ പ്രാപ്തനായിരിക്കണം ഒരു പോയറ്റ് എന്നാണ് പറയുന്നത്. സോ അപ്പൊ ഇത്രയാണ് എന്തായിരിക്കണം ഒരു പോയറ്റ് എന്നതിനെ കുറിച്ച് വേർഡ്സ്വർത്ത് പറയുന്നത്. Now let's conclude. So first, what is poetry? നമ്മൾ പറഞ്ഞു spontaneous ആയിരിക്കണം, result of long and deep reflection after experiencing the emotion, on emotions of the poet, breadth and finer spirit of all knowledge. ഇത് ശരിക്കും മാത്യു ആർണോൾഡിനെയാണ്, പക്ഷെ ആ ഒരു കോൺസെപ്റ്റിലാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഒരു ഗുഡ് പോയറ്റ്, ഇറ്റ്സ് ലൈക്ക് എ മാൻ സ്പീക്കിംഗ് ടു മാൻ, ഹൈലി സെൻസിറ്റീവ്, മോർ കോംപ്രിഹെൻസീവ്, ഗ്രേറ്റ് നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ, അതുപോലെ തന്നെ കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഇനി ഒരു ഗുഡ് പോയത്തിന്റെ കണ്ടന്റ് എന്തായിരിക്കണം? എനിത്തിങ് ദാറ്റ് ഇൻട്രസ്റ്റ്, എന്ത് സബ്ജക്ട് മാറ്റർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഓർഡിനറി ഹംബിൾ റസ്റ്റിക് ലൈഫ് ഓഫ് കോമൺ പീപ്പിൾ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. സിംപ്ലിസിറ്റി, സെറനിറ്റി, ട്രാൻക്വിലിറ്റി, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ പോയറ്റിക് സബ്ജക്റ്റിന്റെ ഒരു നിലവാരം അങ്ങനെയൊന്നുമില്ല. ഒരു പോയറ്റ് അതിലോട്ട് എത്രമാത്രം ഇമോഷൻസ് ആണ് ഓവർഫ്ലോ ചെയ്യുന്നത്, അതാണ് ബേസിക്കലി അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ സ്റ്റേജസ് ഓഫ് പോയിട്രി റൈറ്റിംഗ്: ഒബ്സർവേഷൻ, റീകളക്ഷൻ, ഫിൽറ്ററിംഗ്, പ്യൂരിഫിക്കേഷൻ ഓർ കണ്ടംപ്ലേഷൻ, ദെൻ കോമ്പോസിഷൻ ഓർ ഇമാജിനേറ്റീവ് എക്സൈറ്റ്മെന്റ് ഓഫ് ദി ഇമോഷൻസ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് ഡിക്ഷൻ. ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നിയോ ക്ലാസിക്കൽ റൈറ്റേഴ്സ് അവരുടെ ഓർണമെന്റൽ സോഫിസ്റ്റിക്കേറ്റഡ് സ്റ്റൈലിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പാഷൻ ആൻഡ് ഇമോഷൻ ആയിരിക്കണം ഡിക്ഷൻ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ ഫോംസ് ആൻഡ് റൂൾസ് ആയിരിക്കരുത്. സോ ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളുടെ ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. അത് നമ്മുടെ പാഷനെ സ്യൂട്ട് ചെയ്യുന്നതായിരിക്കണം, അല്ലാതെ റൂൾസിനെ സ്യൂട്ട് ചെയ്യുന്നത് ആയിരിക്കരുത്. ഇനി ഒരു പോയട്രിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലഷർ കൊടുക്കുക, റീഡറിന് മോറൽ ആൻഡ് ഫിലോസഫിക്കൽ വാല്യൂസ് കൊടുക്കുക, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പ്രൊവൈഡ് ചെയ്യുക. സോ ടു പ്ലഷർ, മൂവ് ആൻഡ് ട്രാൻസ്പോർട്ട്. പിന്നെ ഈ വർക്കിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാണാം അദ്ദേഹം സ്പോർട്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൊമെന്റിൽ ഒരു കാര്യം കാണുമ്പം നമുക്കത് വളരെ മിസ്റ്റിക്കൽ ആയിട്ട് തോന്നും, അല്ലെങ്കിൽ അതിലൊരു ഡീപ്പർ മീനിങ് തോന്നും. അതിനെയാണ് സ്പോർട്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. ഹി പ്രൈസ്ഡ് മിൽട്ടൺ. പിന്നെ അതുപോലെ തന്നെ മാത്യു ആർണോൾഡ്, വേർഡ്സ്വർത്തിനെയാണ് മിൽട്ടണും ഷേക്സ്പിയറും കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പോയറ്റ് ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇൻ 2021 July there was a question. Wordsworth believed that human passions are incorporated with the beautiful and permanent forms of nature in early childhood, rustic life, poetic imagination and tranquil recollection. നമുക്കറിയാം റസ്റ്റിക് ലൈഫ് ആണ്, കാരണം റസ്റ്റിക് ലൈഫിൽ യൂണിവേഴ്സൽ ട്രൂത്ത് നമുക്ക് കിട്ടും എന്ന ഉള്ളൊരു വിശ്വാസമാണ് വേർഡ്സ്വർത്തിന് ഉള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. Similarly, in 2023 Jan, there was a question: which among the following statements regarding lyrical ballads are true? The publication of lyrical ballads in 1798 is considered to be the beginning of romantic movement in English literature. That's a correct statement. Wordsworth contributed 19 poems and Coleridge added 6 poems to the first edition. Alla Coleridge 4 poems aanu Coleridge nullathu. Wordsworth removed his poem Convict in 1800 edition of lyrical ballads. That's also a correct statement. So the correct answer is 1 and 3, that is option B. Now in 2020 February there was a question: the manifesto of the romantic movement, apology for poetry, preface to the lyrical ballads, preface to the fables and Areopagitica. We know the correct answer is option B. So that's all about Wordsworth and preface to lyrical ballads. So Wordsworth in a poetry ശരിക്കും നമ്മൾ മൊഡ്യൂൾ 3 ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിഫേസ് ടു ലിറിക്കൽ ബാലഡ്സ് ആണ്. സോ എന്താണ് പോയട്രി, എന്താണ് അതിന്റെ സബ്ജക്ട് മാറ്റർ,
എന്താണ് പോയറ്റിക് ക്രിയേഷൻ, ആരാണ് പോയറ്റ്, എന്താണ് ഡിക്ഷൻ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.